2 വർഷം മുമ്പ് പത്രത്തിൽ വായിച്ച ഒരു വാർത്തയുടെ തലക്കെട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു. വൃദ്ധരായ മാതാപിതാക്കൾ ഉപേക്ഷിക്കൽ ഒരു സാധാരണ സംഭവം. എന്തുകൊണ്ടാണ് ഈ നീചപ്രവൃത്തി ഇത്ര സാധാരണമാകുന്നത്? ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കാനും ആവശ്യങ്ങൾ കഴിയുമ്പോൾ തണലേകിയവരെ തള്ളിക്കളയാനും എങ്ങനെയാണ് ചില മനുഷ്യർക്ക് സാധിക്കുന്നത്? ഇന്നത്തെ സുവിശേഷ ഭാഗം നോക്കുക. തുടക്കമേയുള്ള ഹോസാന വിളികൾ എങ്ങനെയാണ് അവസാനം അവനെ ക്രൂശിക്കുക എന്ന കൊലവിളികളായി മാറുന്നത്? സ്നേഹവും കരുതലും രോഗസൗഖ്യങ്ങളുമൊക്കെ വാരിക്കോരി നൽകിയിട്ട് എപ്പോഴോ യേശു അവർക്ക് അന്യനാകുന്നു. നന്ദിയില്ലാതെ അവനെ അവർ മരണത്തിലേക്ക് വലിച്ചെറിയുന്നു. ഒന്നാലോചിച്ചാൽ പലപ്പോഴും നമ്മളും ഇത്തരം മനുഷ്യരെ പോലെ പെരുമാറിയിട്ടില്ലേ? ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നമ്മളും അവനെ സമീപിക്കുന്നത്? ആവശ്യങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അവനെ മാറ്റി നിർത്തിയിട്ടില്ലേ? ചോദിക്കുന്നത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ അവനെ തള്ളിക്കളഞ്ഞിട്ടില്ലേ? അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ലേ നമ്മളും യേശുവിനെ സ്നേഹിക്കുന്നത്? എന്നാൽ യേശു നമ്മളെ ഉപാധികളില്ലാതെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ വലിയ അടയാളമായ അവൻ്റെ പീഡകളെയും മരണത്തെയും പറ്റി ധ്യാനിക്കുന്ന ഈ അവസാന ദിനങ്ങളിൽ ആ നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ ചെറിയൊരു അംശമെങ്കിലും തിരിച്ചു കൊടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഒപ്പം തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട നീറുന്ന ഒത്തിരി ജീവിതങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പ്രത്യേകിച്ച് വൃദ്ധരായ മാതാപിതാക്കളെയും. ആരെയും ആവശ്യത്തിൻ്റെ തുലാസിൽ തൂക്കി സ്നേഹിക്കാതെ, എല്ലാവരെയും ഉപാധികളില്ലാതെ ക്രിസ്തുവിനെ പോലെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ഹോസാന വിളികൾ എപ്പോഴും ഹോസാന വിളികളായി തന്നെ നിലകൊള്ളട്ടെ. ദൈവം സഹായിക്കട്ടെ.